ഖുർആൻ ശൈത്താനെ ഓടിക്കാൻ എന്റെ പ്രിയമുള്ളവരെ ദിക്റുള്ള സ്ഥലത്ത് മാത്രമേ, അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്ന സ്ഥലത്ത് മാത്രമേ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങൂ. നബി മുഹമ്മദ് മുസ്തഫ അല്ലേ? മഹാനായ ഇമാം ഗസാലി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഖവാസുൽ ഖുർആനിന്റെ പ്രത്യേകതകൾ പറഞ്ഞ കൂട്ടത്തിൽ ആയത്തുൽ കുർസിയുടെ മഹത്വം പറയാ. മഹാനവർക്ക് പറയുന്നു, ബസ്രയിൽ നിന്നും ഒരു ഈത്തപ്പഴ കച്ചവടക്കാരൻ ഇറാനിലേക്ക് കുറെ ഈത്തപ്പഴങ്ങളുമായിട്ട് പോയി. അങ്ങനെ ഇറാനിൽ ചെന്നു. ആ ഈത്തപ്പഴ സ്റ്റോക്കുകളെല്ലാം ഒരു സ്ഥലത്ത് വെച്ചു. കുറെ ഈത്തപ്പഴങ്ങൾ വിറ്റു. വൈകുന്നേരമായപ്പോൾ ഈ സാധനങ്ങൾ മുഴുവനും സൂക്ഷിച്ച് ഒരു സ്ഥലത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് ആവശ്യമായി വന്നു, സ്റ്റോക്ക് സൂക്ഷിക്കാൻ. ആ നാടിൽ മുഴുവനും അന്വേഷിച്ചു, അവിടെയെങ്ങും ഒരു വീടും കണ്ടില്ല. അവസാനം തിരക്ക് വന്നപ്പോൾ ഒഴിഞ്ഞൊരു ഭാഗത്തൊരു വീടുണ്ട്. പക്ഷേ ആ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല. അവിടെ പിശാചിന്റെ പ്രസരമുള്ള, പിശാചിന്റെ കഠിനമായ ഉപദ്രവമുള്ള വീടാണ്. ആ നാട്ടുകാർ പറഞ്ഞു, അവിടെ 15 ആളുകൾ താങ്കൾക്ക് മുമ്പ് താമസിച്ചിട്ടുണ്ട്. ആ 15 പേര് നേരം വെളുപ്പിച്ചിട്ടില്ല. അവർ പിശാചിനെ കണ്ട് പേടിച്ചു മരിച്ചു പോയിട്ടുണ്ട്. മഹാനവർ പറഞ്ഞു, അത്രേ ഉള്ളൂ, പിശാചാണ്, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പിശാചിനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. ആ വീടെടുക്കാൻ തയ്യാറായി. എന്റെ പ്രിയമുള്ളവരെ, ആ വീടെടുത്തു. ആ വീട്ടിനകത്തേക്ക് കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും വെച്ച് രാത്രിയിൽ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അതിഭീകരമായ ഒരു ജീവിയെ എന്റെ പ്രിയമുള്ളവരെ മാനവറുകളെ ഉപദ്രവിക്കാൻ കടന്നു വന്നു അത്രേ. ആ സമയത്ത് അവിടെ നിന്ന് മാനവറുകളതാ ആയുധമെടുക്കുകയാ. എന്താണ് ആയുധം? വിശുദ്ധ ഖുർആനില് ആയത്തുൽ കുർസി അങ്ങോട്ട് ഓതുകയാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഈ ആയത്തുൽ കുർസി അങ്ങോട്ട് ഓതിയപ്പോൾ ആ പിശാച് ഓതാൻ തുടങ്ങിയത്രേ. പിശാച് ആയത്തുൽ കുർസി ഓതാൻ തുടങ്ങിയത്രേ. ഈ മനുഷ്യന് വിറയ്ക്കാൻ തുടങ്ങി. അല്ലാഹുവേ, എന്നിലുള്ള ആയുധമാണ് ആയത്തുൽ കുർസി. അത് ഞാൻ പാരായണം ചെയ്തപ്പോ പിശാച് അത് പാരായണം ചെയ്യാൻ തുടങ്ങി. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. അവിടെ എത്തിയപ്പോൾ പിശാച് ഓടുന്നില്ല. വലാ യഊദുഹു ഹിഫ്ളുഹുമാ, അവിടെ എത്തിയപ്പോൾ പിശാച് ഓടുന്നില്ല. മഹാനവറുകൾ അതിനെ ആവർത്തിച്ചു ഓതി ആ പിശാചിനെ സാമ്പൽ കൂമ്പാരമാക്കിയെന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മഹുല്ലാഹ് ആദ്യം എന്ത് ചെയ്യാൻ തുടങ്ങി? ആയത്തുൽ കുർസി ഓതിയപ്പോൾ പിശാചും കൂടെ ഓതാൻ തുടങ്ങി. ആകെ ഉള്ളൊരു ആയുധം അതായിരുന്നു. ആ ആയുധവുമായിട്ടാണ് അവിടെ ചെന്നത്. ഒരു പിശാചും ആയത്തുൽ കുർസി ഓതുന്ന വീട്ടില് കടക്കില്ല. ആയത്തുൽ കുർസിയുള്ള വീട്ടില് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഓ അലിയേ, നീ ആയത്തുൽ കുർസി ഓതിയാൽ നിന്റെ വീട്ടില് 30 ദിവസം പിശാച് കിടക്കുകയില്ല. നബി മുഹമ്മദ് മുസ്തഫ ആയത്തുൽ കുർസി ഓതിയാൽ 30 ദിവസം നിന്റെ വീട്ടിൽ പിശാച് കടക്കില്ല. മുത്തുനബി മുഹമ്മദ് മുസ്തഫ. പിന്നെയോ, നിനക്ക് വേണ്ടി ഇടങ്ങേറ് ചെയ്യുന്ന, നിനക്ക് മാരണം ചെയ്യുന്ന ഒരു സ്ത്രീയോ ഒരു പുരുഷനോ നിന്റെ വീട്ടില് 40 ദിവസം വരെ കയറാൻ കഴിയില്ല. അലിയേ, നബി മുഹമ്മദ് മുസ്തഫ. ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ നിനക്ക് മാരണം ചെയ്യുന്ന, നിനക്ക് ഉപദ്രവകാരിയായ ഒരു മനുഷ്യൻ, ആണാകട്ടെ പെണ്ണാകട്ടെ, നിന്റെ വീട്ടിലേക്ക് 40 ദിവസം വരെ കടക്കില്ലെന്ന് അലിയാർ തങ്ങളോട് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇതൊക്കെ ചെയ്യണം. എങ്ങനെയെങ്കിലും ചെയ്താൽ പറ്റൂല. കാസർഗോഡ് വാഴ്ന്നു പറയുമ്പോൾ മഹാനായ അന്ന് കോയക്കോട്ടെ ഉസ്താദ് അവറുകള് എന്റെ പ്രിയമുള്ളവരെ കുത്തുബി ഷെയ്ഖിന്റെ ഒരു കറാമത്ത് അവിടെ പറഞ്ഞു ഉദ്ഘാടന പ്രഭാഷണത്തിൽ. അതായത് കാസർഗോട്ട് മഹാനവറുകൾ വാഴ്ന്നതിന് വേണ്ടി പോയ സന്ദർഭത്തിൽ ആ നാട്ടിൽ ഏതോ ഒരു പെണ്ണിന് ഷെയ്ത്താൻ കൂടി. കണ്ടിട്ടുണ്ടോ കൂടുന്നത്? നല്ല രസോ കാണാൻ. ഏറ്റവും കൂടുതൽ കൂടുന്നത് ഈ വിഭാഗത്തിനുമാണ്. കാരണം എന്തെന്ന് ഇപ്പൊ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ഇതുപോലെയാണെങ്കിൽ
പെണ്ണിന് ശൈത്താൻ കൂടി ആ നാട്ടിലുള്ള ആ ഉസ്താദന്മാരൊക്കെ കൊണ്ടുവന്ന് നോക്കി, എല്ലാരൊക്കെ നോക്കിയിട്ടും പെണ്ണിന് എന്താവുന്നില്ല, ഒരിക്കലും അടങ്ങുന്നില്ല. മഹാനവറുകളോട് ആ പിതാവ് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് കാരണങ്ങൾ, എൻ്റെ മകൾക്ക് വല്ലാത്തൊരു പിശാചിന്റെ ഉപദ്രവമുണ്ട്, മകൾ വല്ലാതെ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട്. മഹാനവറുകൾ ആ വീട്ടിൽ ചെന്നു നോക്കുമ്പോൾ ശൈത്താൻ നല്ല ഹാലിൽ തുള്ളുക. മഹാനവറുകൾ തലയിലേക്ക് കൈവച്ചുകൊണ്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ശൈത്താൻ പറയാ, തൊട്ട് മുമ്പേ ഒരാൾ 33 ഓതിയതേ ഉള്ളൂ, എന്നിട്ട് ഞാൻ കുലുങ്ങിയില്ല, നിങ്ങൾ ഇത് തന്നെ എടുക്കുന്നത്. ശൈത്താൻ സംസാരിക്കപ്പോ തൊട്ട് മുമ്പേ ഉള്ള ആള് 33 ഓതിയിട്ട് പോയുള്ളൂ, എന്നിട്ട് എനിക്കൊന്നും ഉണ്ടായില്ല. ഇത് തന്നെയാണോ നിങ്ങൾ ഓതുന്നത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം എന്ന് അത്രേ പറഞ്ഞോളൂ. ശൈത്താൻ പറക്കാൻ തുടങ്ങി, രക്ഷയില്ല. പിന്നെ ആ ശരീരത്തിൽ നിൽക്കാൻ വയ്യ. നേരത്തെ ഓതിയ 33ന്റെ ആളല്ല പിന്നെ ഓതിയിരിക്കുന്നത്. നേരത്തെ ഓതിയ 33ന്റെ ആളല്ല. മഹാനവറുകൾ ഓതി അതിന്റെ പകുതിയിലെത്തിയപ്പോൾ ശൈത്താൻ വിറയ്ക്കാൻ തുടങ്ങി. ശൈത്താൻ പറഞ്ഞു, ഞാൻ പൊക്കോളാം. നീ പോകുമെങ്കിൽ എന്താ അതിന് തെളിവ്? അത് ഞാൻ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങ് പൊഴുതിട്ടിട്ട് പോവാം. അത്ര ബല, അത്ര ബല. വീട്ടുകാരൻ പറഞ്ഞ ആകെ കായ്ക്കുന്ന ഒരു മൂട് തെങ്ങാണ്, അത് പോയി കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ കിട്ടത്തില്ല, അതുകൊണ്ട് തെങ്ങ് പൊഴുതിടണ്ട. എങ്കിൽ മതിലിനപ്പുറത്ത് നിന്നും പച്ചിലകൾ പറിച്ചെറിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം നീ പോയെന്ന്. അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ, വീടിന്റെ പറമ്പിന്റെ വെളിയിൽ നിന്നും പച്ചിലകൾ പറിച്ചെറിഞ്ഞ് പോയത്രേ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഇരുന്ന് ഓതിയാൽ എൻ്റെ പ്രിയമുള്ളവർ, ഇന്ന് ഓതലുണ്ട്, യാസീൻ ഓതുന്നവരുണ്ട്, മനസ്സിലോതുന്നവരുണ്ട്, മനാസിലോതുന്നവരുണ്ട്, ഒക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ പല കോലത്തിലാ. സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് ഇങ്ങനെ കണ്ട് ഖുർആൻ ഓന്ന് എൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ യാസീൻ ഓന്ന് എൻ്റെ ഇടയിൽ കൂടെ മൊബൈലിലൂടെ ഗെയിം കൂടെ കളിച്ചുകൊണ്ടിരിക്കുക. ഗെയിം ഇങ്ങനെ ഓടിക്കുന്നു, മൊബൈലിലൂടെ വണ്ടി ഓടിക്കുന്നു, യാസീൻ പോകുന്നു, ഒരു സൈഡിൽ കൂടെ യാസീൻ പോകുന്നു, ഒരു സൈഡിൽ കൂടെ പോകുന്നു. ഈ രീതിയിൽ എൻ്റെ പ്രിയമുള്ളവരെ ചെയ്താൽ ഒരിക്കലും ശൈത്താൻ കൂടുന്നതല്ലാതെ കുറയില്ല. ശൈത്താൻ തെറ്റുണ്ടാക്കും. ഒരു ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കണം, ദിക്റുകൾ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കണം. അതിൽ പിഴവും തെറ്റും വന്നാൽ ശൈത്താന്റെ ശക്തി കൂടുകയേ ഉള്ളൂ. ശൈത്താന്റെ ശക്തി കൂടുകയേ ഉള്ളൂ. ആ ഭാഗത്തിന്റെ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുക. ആലോചിച്ച് നോക്കി, നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ നടുവേദന, കാലുമുട്ട് വേദന, കൈമുട്ട് വേദന, പ്രശ്നം, ഗ്യാസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതെന്തൊരു എനിക്ക് മാത്രം എന്തിങ്ങനെ, എനിക്ക് മാത്രം എന്തിങ്ങനെ, ഈ അവസ്ഥയെ നമ്മൾ ചിന്തിക്കാറുള്ളത് അല്ലേ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ അള്ളാഹു പരീക്ഷിക്കൂ. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ദുഃഖം വരുന്ന സമയത്ത് അള്ളാഹിനെ ഓർത്താലേ സന്തോഷം വരുമ്പോൾ, സന്തോഷം വരുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്താലേ ദുഃഖം വരുമ്പോൾ ആര് നമ്മളെ സഹായിക്കൂ? അള്ളാഹു നമ്മളെ സഹായിക്കൂ. സന്തോഷം വരുമ്പോൾ അള്ളാഹിനെ ഓർക്കണം. അള്ളാഹു കുറച്ച് നിഅമത്ത് തരുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ അതിന് ശുക്ർ ചെയ്യണം. ഒരു വേള മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ അള്ളാഹിന്റെ റസൂൽ വിളിച്ചിട്ട് പറഞ്ഞു, ഉമറേ, എല്ലാ ദിവസവും നീ കിടക്കുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആനിൽ നിന്നും 1000 ആയത്ത് ഓതാതെ നീ ഉറങ്ങരുത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ, എനിക്കതിന് കഴിയില്ല. കാരണം നമ്മൾ ഓതുന്ന മാതിരിയല്ല. 12 വർഷമെടുത്തു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സൂറത്തുൽ ബഖറ പഠിച്ചു തീർക്കാൻ. അതിന്റെ നിയമവും അതിന്റെ വിശദീകരണവും അതിന്റെ തജ്വീദ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ മടയനായതുകൊണ്ടല്ല. മൂപ്പര് പഠിക്കാൻ മടയനായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ തന്നെ 2 ആഴ്ച കൊണ്ട് പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ 12 വർഷക്കാലം എടുത്തു സൂറത്തുൽ ബഖറ പഠിച്ചെടുക്കാൻ. അങ്ങനെ ആവുമ്പോൾ ആ രീതിയിൽ വിശുദ്ധ ഖുർആന്റെ 1000 ആയത്ത് നിയമം അനുസരിച്ച് ഓതുകയാണെങ്കിൽ സുബഹി ആയാലും തീരൂല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കഴിയില്ല നബിയേ,
ഈ ഉമർ ഓതിയാൽ സുബഹി ആയാലും 1000 ആയത്ത് തീരില്ല റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ ഉമറേ, 1000 ആയത്തിന്റെ അത്രയും ശ്രേഷ്ഠത കിട്ടുന്ന ഒരു സൂറത്ത് വിശുദ്ധമായ ഖുർആനിലുണ്ട്. ആ സൂറത്ത് ഓതിയാൽ 1000 ആയത്തിന്റെ ശ്രേഷ്ഠത കിട്ടും ഉമറേ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ആവേശത്തോടെ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഓ നബിയേ, ഏതാണ് നബിയേ ആ സൂറ? ഏതാണ് നബിയേ ആ സൂറ? അവിടെ നിന്ന് പറഞ്ഞാൽ നബിയേ, അത് ഓതാനുള്ള അമൽ ചെയ്യാനുള്ള ആർത്തി കൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഓതുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, കല്ലാ സൗഫ തഅലമൂൻ, സുമ്മ കല്ലാ سوف تعلمون, كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ആദരവായ പ്രവാചകർ ഈ സൂറ അങ്ങോട്ട് ഓതിയപ്പോൾ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ സൂറത്തുൽ ബഖറയ്ക്ക് കൊടുക്കാത്ത മഹത്വം, സൂറത്തുൽ ആൽ ഇംറാൻ കൊടുക്കാത്ത മഹത്വം, സൂറത്തുൽ വാഖിയയ്ക്ക് കൊടുക്കാത്ത മഹത്വം, സൂറത്ത് യാസീനിന് കൊടുക്കാത്ത മഹത്വം അല്ലാഹുവിന്റെ റസൂലേ ഈ സൂറയ്ക്ക് കൊടുക്കാനുള്ള കാരണം എന്തെന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഓ ഉമറേ, ഈ സൂറത്തിനകത്തൊരു ആയത്തുണ്ട്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഈ ഭൂമി ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുണ്ടല്ലോ, വിലമതിക്കാൻ കഴിയാത്ത എത്രയോ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി. ആ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നാളെ അല്ലാഹുവിന്റെ അടുക്കൽ ചോദ്യമുണ്ടാകുമെന്ന ഈ ഒരൊറ്റ ആയത്താണ് ഉമറേ ഈ സൂറയ്ക്ക് 1000 ആയത്തിന്റെ ശ്രേഷ്ഠത കിട്ടാനുള്ള കാരണമെന്ന് ലോകത്തിന്റെ ഗുരുവേ നബി മുഹമ്മദ് മുസ്തഫ വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ സൂറത്ത് ആരെങ്കിലും ഓതുമ്പോൾ ഫമൻ ബക്കാ ഫലഹുൽ ജന്ന, അൽഹാകുമുത് തകാസുർ എന്ന സൂറത്തുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ, നമുക്കെല്ലാം അറിവുള്ള സൂറത്തല്ലേ. അത് പാരായണം ചെയ്യാനുള്ള മനസ്സ് നമ്മൾ വെക്കണേ. ഓരോ രാത്രിയിലും നമ്മൾ ചെന്ന് കിടക്കുമ്പോൾ ഇത് ഓതിയിട്ട് കിടക്കൽ നമ്മൾ പതിവാക്കണേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പഠിപ്പിച്ചത് എന്താ? വിശുദ്ധമായ ഖുർആനിൽ നിന്നും 1000 ആയത്ത് ഓതുന്ന പ്രതിഫലമാണ് ലഭിക്കുന്നതെന്ന് വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഫമൻ ബക്കാ ഫലഹുൽ ജന്ന, ആരെങ്കിലും ഈ സൂറത്ത് ഓതുന്ന സന്ദർഭത്തിൽ അവിടുന്ന് കരഞ്ഞാൽ, ഒരു തുള്ളി കണ്ണുനീരൊഴുക്കിയാൽ ഫലഹുൽ ജന്ന, അവന് സ്വർഗമുണ്ടെന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലേ. ആരെങ്കിലും ഈ സൂറത്ത് ഓതുന്ന സന്ദർഭത്തിൽ കരഞ്ഞാൽ നമുക്കെന്താ കരച്ചില്? ഒന്ന് ആലോചിക്കി. ആരെങ്കിലും അൽഹാകുമുത് തകാസുർ ഓതിയപ്പോൾ കരഞ്ഞിട്ടുണ്ടോ? എവിടാ സീരിയലൊക്കെ കാണുമ്പോൾ കരയും. ഇപ്പോഴുണ്ടോ? അപ്പം അതൊക്കെ പോയി. ഉമ്മമാരെയും പെങ്ങന്മാരെയും സഹോദരിമാരെയൊക്കെ TV ഭ്രാന്തൊക്കെ പോയി. എല്ലാം യൂട്യൂബും മൊബൈലും ഫേസ്ബുക്കിലൊക്കെ ആയി മാറി. ഇപ്പം എല്ലാവരും ഇപ്പം ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും.
TV ഒക്കെ ഇപ്പോൾ ആരും മുസ്ലിം പഴഞ്ഞ സ്റ്റൈലല്ലേ എന്നാണ്. അതുകൊണ്ടല്ലേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒളിച്ചോടുന്ന ആരാ? ഞാൻ പറയുന്നില്ല. ഏറ്റവും കൂടുതൽ ഒളിച്ചോട്ടം അവരുടെ ഇടയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരു 16-കാരി കണ്ണൂർ ചെന്നു. ഓടി ഇവിടെ നിന്ന് മൊബൈലിലൂടെ പരിചയത്തി അവിടെ ചെന്ന് നോക്കിയപ്പോൾ 87 കഴിഞ്ഞ അപ്പൂപ്പായാണ് മാരൻ. ബോധം കെട്ട് അവിടെ നിന്ന് പോലീസ് എടുത്ത് പോത്തം കൂടെ കൊണ്ടുവന്നു. ഇത്രയൊക്കെ ഉള്ളു. സിസ്റ്റം ഉണ്ടെങ്കിൽ എന്ത് സംവിധാനോ. കാലം പോയി. മൊബൈലാ. ചില ഉപ്പുപ്പാരൊക്കെ പള്ളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ പടച്ചവനും ചിലപ്പോൾ ഇതിരുന്ന് അടി തുടങ്ങിയ ചവിട്ടിയാണ് പൊട്ടിക്കുന്നത്. ഓപ്പാക്കാൻ അറിയണ്ടേ. ഒന്ന് ഞെക്കിയാൽ ഒന്ന് പോവും. ആകെ പോയി. പള്ളിയും ആകെ പ്രശ്നമായി. ഇപ്പൊ സഹോദരിമാർ ഇപ്പൊ ആകെപ്പാടെ മുറവിള് കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ. പള്ളി കയറിക്കൊള്ളാൻ വയ്യെന്നും പറഞ്ഞു. ഇവിടെ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാൻ പറഞ്ഞ വിഷയത്തിൽ നിന്ന് വിട്ടുപോകല്ലേ, സൂക്ഷിച്ചോളണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു പെണ്ണ് വീട്ടിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠത അള്ളാന്റെ പള്ളിയിൽ നിസ്കരിക്കലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ വീട്ടിൽ ഇരിക്കുവോ? ഇല്ല. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പെണ്ണ് ആ വീട്ടിൽ തന്നെ പുറത്തുള്ള റൂമിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠത അകത്തുള്ള ഇരുട്ടുള്ള മുറിയിൽ നിസ്കരിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മുടെ പെണ്ണുങ്ങളാരും എവിടെ പോവാത്തത്. അല്ലാതെ സുന്നി പള്ളിയിൽ മുസ്ലിയാക്കന്മാർ കയറ്റാത്തോണ്ടല്ല, അല്ലെ മറ്റാരും കയറ്റാത്തോണ്ടല്ല. പിന്നെ പല പെണ്ണുങ്ങളും പല രീതിയിൽ ഇറങ്ങും. ഇപ്പൊ തന്നെ ഉണ്ടല്ലേ, കഴിഞ്ഞ വെള്ളിയാഴ്ച ശബരിമലയിൽ പോകാൻ വേണ്ടിയിട്ട് രഹ്ന ഫാത്തിമ അല്ലേ, പേരുകൊണ്ട് എന്ത് മുസ്ലിമാ? അതിന്റെ ചരിത്രം തന്നെ പഠിച്ചു നോക്കി അറിയാം. ഒരു മുസ്ലിമും അല്ല. ബാക്കിയുള്ള എല്ലാവരെയും സംഘപരിവാറിന്റെ അവരുടെ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ കൊണ്ടവിടെ എത്തിച്ച ഒരു നാമധാരി, പേര് മാത്രം അങ്ങനെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നാലും ഒന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പോ ഇന്നത്തെ സാഹചര്യത്തില് കരച്ചിലൊക്കെ നമുക്ക് വരുന്നത് അങ്ങനെയുള്ള സംഗതികളിലും ആ രീതികളിലൊക്കെ ആയി മാറിയിരിക്കുന്നു. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ആരെങ്കിലും ഈ സൂറ ഓതുന്നതായ സന്ദർഭത്തിൽ ഫമൻ ബക്കാ ഫലഉൽ ജന്ന, ആരെങ്കിലും ഈ സൂറത്ത് ഓതുന്ന സന്ദർഭത്തിൽ കരഞ്ഞാൽ അവന് സ്വർഗ്ഗമുണ്ട്. നബി മുഹമ്മദ് മുസ്തഫ. സഹാബാക്കൾ, എന്റെ പ്രിയമുള്ളവരെ, ഹബീബായ പ്രവാചകർ ഈ സൂറത്ത് ഓതാൻ തുടങ്ങി. ഒരു കൂട്ടം സഹാബാക്കൾക്ക് കരച്ചിൽ വന്നു, മറ്റൊരു കൂട്ടം സഹാബത്തിന് കരച്ചിൽ വന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഓതലങ്ങോട്ട് തീർന്നപ്പോൾ സഹാബാക്കൾ പറയുന്നു, നബിയേ, ഞങ്ങൾ വല്ലാതെ പരിശ്രമിച്ചു നബിയേ, പക്ഷേ ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഓ സഹാബാ, ഞാൻ ഒന്നുകൂടി സൂറത്ത് ഞാൻ ഓതാ, അപ്പോൾ നിങ്ങൾ കരയുക. കരച്ചിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെങ്കിലും നിങ്ങൾ കരയുക. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കരച്ചിൽ വന്നില്ലെങ്കിൽ ഉണ്ടാക്കിയെങ്കിലും കരയാ, നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്. നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിച്ചു നോക്കി, നമുക്ക് സന്തോഷം വരുന്ന ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷം വരുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്താൽ മാത്രമേ ദുഃഖം വരുന്ന സമയത്ത് അള്ളാഹു നമ്മളെ സഹായിക്കുകയുള്ളൂ. അല്ലെ നമ്മുടെ പ്രാർത്ഥന എന്നും കേൾക്കൂല. സന്തോഷം വരുമ്പോ അള്ളാഹിനെ മറന്ന് ഈ ഭൂമി ലോകമാണ് വലുത് എന്ന് ചിന്തിച്ച് എല്ലാത്തിനെയും കുറ്റം പറഞ്ഞുകൊണ്ട് അഹങ്കാരം കാണിച്ച് നടന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ദുഃഖം വരുന്ന സമയത്ത് പിന്നെ ദുആ ചെയ്തിട്ട് കാര്യമില്ല. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാ, ഒരു മനുഷ്യന് ദുഃഖം വന്നത്, ഒരു മനുഷ്യന് സന്തോഷം വന്ന സമയം, ഒരു മനുഷ്യൻ അല്ലാഹു സൗഭാഗ്യങ്ങൾ കൊടുത്ത സമയം, ആ സമയത്തിന്റെ പ്രിയമുള്ളവര് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഈ ഭൂമി ലോകത്ത് ജീവിച്ചു. അവസാനം അല്ലാഹു പരീക്ഷണങ്ങൾ കൊണ്ട് ആ മനുഷ്യനെ പരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ പടച്ച തമ്പുരാനോട് അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നക്രാങ്കോണം മുസ്ലിം ജമാഅത്തിന്റെ അകത്തളത്തിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമത്രേ, അല്ലാഹുവേ, എന്റെ പരീക്ഷണത്തിനൊരു പരിഹാരം കാണണേ അല്ലാ. ആ സമയത്ത് ആകാശലോകത്തിലുള്ള മാലാക കൂട്ടങ്ങൾ അവിടെ നിന്ന് വിളിച്ചു പറയും, സൗത്തുൻ ലൈസത് ബിമഅറൂഫ്,
ഒരു പരിചയവുമില്ലാത്ത ശബ്ദമാണ് ഞങ്ങൾ കേൾക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഈ ഭൂമി ലോകത്ത് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആകളെല്ലാം മാലാഖ കൂട്ടങ്ങൾ അതിനെ ശ്രവിച്ച് അതിനെ മനസ്സിലാക്കി ഓരോ ആകാശത്തിലും കടത്തിവിടുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന ദുആ ഒന്നാമത് ആകാശത്തിലെത്തുമ്പോൾ ഒന്നാമത് ആകാശത്തിലെ മലക്കുകൾ അതിനെ പരിശോധിക്കും. എന്നിട്ട് അതിന് ശരിയാണെന്ന് കണ്ടാൽ അത് രണ്ടാം ആകാശത്തിലേക്ക് വിട്ടുകൊടുക്കും. രണ്ടാം ആകാശത്തിലെ മലക്കുകള് ആ പ്രാർത്ഥനയെ സൂക്ഷ്മം പരിശോധിച്ച് അതിലൊരു കുഴപ്പവുമില്ലെന്ന് കാണുമ്പോൾ അത് മൂന്നാം ആകാശത്തിലേക്ക് വിടും. അങ്ങനെയാണ് പടച്ച തമ്പുരാന്റെ സന്നിധിയിലേക്ക് ആ പ്രാർത്ഥനയെ മാലാഖ കൂട്ടങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് മലക്കുകൾ വിളിച്ചു പറയും അത്രേ, സൗത്തുൽ ലൈസതു ബിമഅറൂഫ്, ഒരു പരിചയവുമില്ലാത്ത ശബ്ദമാണ് ഞങ്ങൾ കേൾക്കുന്നത്, ഒരു പരിചയവുമില്ലാത്ത ശബ്ദമാണ് ഞങ്ങൾ കേൾക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥനയെ തള്ളപ്പെടുമത്രേ. ഇനി അതല്ല, അവന് സന്തോഷം വന്ന കാലഘട്ടത്തിൽ അവൻ പടച്ച തമ്പുരാനെ ഓർത്തു, അവന് പരീക്ഷണങ്ങൾ കടന്നു വന്നു. ആ സന്ദർഭത്തിൽ അവന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ ആകാശ ലോകത്തിലെ മാലാഖ കൂട്ടങ്ങൾ പറയും, സൗത്തു മഅറൂഫ്, നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ ഞങ്ങൾ കേൾക്കുന്നത്. അതുകൊണ്ട് മലക്കുകളെ വയശ്ഫഊന ലഹു, അവന്റെ ദുആക്ക് വേണ്ടി പടച്ച തമ്പുരാനോട് നിങ്ങൾ ശഫാഅത്ത് ചെയ്യണേ എന്ന് മലക്കുകൾ വിളിച്ചു പറയുമത്രേ. അതുകൊണ്ട് ദുഃഖം വരുമ്പോൾ മാത്രം അല്ലാഹുവിനെ വിളിക്കരുത്. സന്തോഷം വരുമ്പോഴും ആരെ ഓർക്കണം? അല്ലാഹയെ ഓർക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ എന്നും പറഞ്ഞ് ഇനിയിപ്പോൾ അല്ലാഹു ഇനിയിപ്പോൾ ദുഃഖം വരുമ്പോൾ സന്തോഷം വരുമ്പോൾ ഓർക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ദുഃഖം വരുമ്പോൾ ഓർക്കണമെന്നല്ല, തൗബ ചെയ്ത് മടങ്ങി അല്ലാഹുവിലേക്ക് അടുക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതിന് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നമുക്ക് ഈമാൻ. ആ ഈമാൻ നമുക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് ഈ ദുനിയാവ് സ്വർഗീയമായ സുഖമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ഇനി അത് കഴിഞ്ഞാലോ ഒന്ന് ആലോചിച്ച് നോക്കി. ഈമാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നിസ്കരിക്കാം. മുഅ്മിനീങ്ങൾ പള്ളികളിലെല്ലാം ഒരു പരിചയവുമില്ലാത്ത പള്ളികളിലും മയ്യിത്ത് നിസ്കാരം വിളിച്ചു പറയുമ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി നിസ്കരിക്കുന്നു. ഹറമിൽ നിൽക്കുന്നവർ വരെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ നിസ്കരിക്കുന്നു, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഇതൊക്കെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ മുഅ്മിനീങ്ങളായതുകൊണ്ട് കിട്ടിയതാ. ഇനിയോ ദുനിയാവിൽ നമ്മൾ യാത്ര പറഞ്ഞു. അടുത്ത ലോകം എവിടെയാ? ഇവരാരും ഒന്നും മിണ്ടുന്നില്ലല്ലേ? അടുത്തെവിടെയാ? പറയും. വയൽ പറയുമ്പത്തേ അവിടെ നിന്നൊക്കെ സംസാരിക്കാം. ജുമാ ഖുത്ബ കേൾക്കുന്നവനൊക്കെ ഒന്നും കേൾക്കണ്ട, ചുണ്ടൊക്കെ അനക്കാൻ കുഴപ്പമൊന്നുമില്ല. എവിടെയാ? ഒരു 3 സ്വലാത്ത് ഉറക്ക ചൊല്ലിക്കേ. സ്വല്ലല്ലാഹു അല്ലാഹുവേ, സ്വലാത്ത് സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയമുള്ളവരെ, ദുനിയാവ് കഴിഞ്ഞ അടുത്ത ലോകം എവിടെ? എവിടെ മോനെ? ഓ, നേരെ അങ്ങ് പോകും സ്വർഗത്തിൽ. എവിടെ നമ്മളെ ലോകം? എവിടെ? അടുത്ത വീട് എവിടെയാ? അടുത്ത നമ്മൾ കിടക്കേണ്ട വീട് എവിടെയാ? എവിടെ? ഖബർ. മാഷാ അല്ലാഹ്. നമ്മൾ കിടക്കേണ്ട സ്ഥലോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴാണ് പോകേണ്ടതെന്ന് അറിയില്ല. പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ നിസാർ സാഹിബ്, അല്ലാഹു ഖബർ സ്വർഗീയമാക്കട്ടെ. ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുമ്പോൾ ഓർക്കുമ്പോൾ ഈ ഫൈഡിലാണ് ഇങ്ങനെയാണ് നിൽക്കുന്നത് വാതിൻ്റെ വരാൻ നേരത്ത്. ഇപ്പോഴാ ഭാഗത്ത് ഉണ്ടോ എന്നൊരു അത്രത്തോളം ബന്ധവും സ്നേഹവുമുള്ളൊരു സഹോദരൻ, ചെറുപ്പക്കാരൻ, ചുണക്കുട്ടൻ. അല്ലാഹു സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ ഭാഗ്യം തരട്ടെ. സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കി, എപ്പോഴാ ഈ ലോകത്തോട് വിട പറയേണ്ടതെന്ന്. കഴിഞ്ഞ വാതിന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അല്ലേ? 1 വർഷമായില്ലല്ലോ. ഇല്ല, കഴിഞ്ഞ വട്ടപ്പാർത്ത സ്വലാത്ത് മജ്ലിസിനും വന്നിരുന്നു. അടുത്ത മാസമാണ് നമ്മുടെ സ്വലാത്ത് മജ്ലിസ്. അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. റൂഹ് ഇത് കണ്ട് ആനന്ദിക്കുന്ന, സന്തോഷിക്കുന്ന അവസ്ഥയിൽ അല്ലാഹു എത്തിക്കുമാറാകട്ടെ. അടുത്ത ലോകം എൻ്റെ പ്രിയമുള്ളവരെ ഖബറാണ്. ഒന്ന് ആലോചിച്ചു നോക്കി. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ജീവൻ, ഇതിനെ അങ്ങ് തിരിച്ചെടുത്താൽ എനിക്കും നിങ്ങൾക്കും പറയുന്ന പേര് മയ്യിത്ത് എന്നാണ്. എന്റെ പ്രിയമുള്ളവരെ, ഖബറിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ വെക്കും. മിൻഹാ
ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. എന്റെ പ്രിയമുള്ളവരെ, 2 അടി വീതിയും 6 അടി നീളവുമുള്ള ഖബറിനകത്തേക്ക് കൊണ്ടുവന്ന് നമ്മളെ വെക്കുന്നു. അതിന്റെ മുകളിൽ മോടുപലകയിടുന്നു. അതിന്റെ മുകളിൽ അതാ മണ്ണ് വാരിയിട്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഖബറിന്റെ മുകളില് അവിടുന്ന് അതാ ചെടി വെച്ച് അവിടുന്ന് വെള്ളമൊഴിച്ച് അവിടുന്ന് പ്രാർത്ഥന നടത്തി നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാം സലാം പറഞ്ഞുകൊണ്ട് അവിടുന്ന് കടന്നു പോകുമ്പോൾ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, ആ ഖബറിൽ നിന്നുകൊണ്ട് ആദ്യമായി എന്റെ പ്രിയമുള്ളവരെ ആ ജനാസ സംസാരിക്കുമത്രേ. നമ്മളെല്ലാം അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ആ ഖബറാട് സംസാരിക്കുമെന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്താണ് അവിടെ നിന്ന് പറയുന്നതെന്നറിയുമോ? ബില്ലാഹി യാ വാരിസി മാ ജമഅതു മാലൻ കസീറൻ മിന ദുനിയാ ബില്ലാഹി യാ വാരിസി ബില്ലാഹി യാ വാരിസി മാ ജമഅതു മാലൻ കസീറൻ മിന ദുനിയാ വലാ തൻസൗനി അൻ ദുആഇകും. ഓരോ മയ്യിത്തും ആ ഖബറിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടവര് വസിയ്യത്ത് ചെയ്യുന്നത് എന്താ? എന്റെ പൊന്നുമക്കളെ, എന്റെ സഹോദരങ്ങളെ, എന്റെ വേണ്ടപ്പെട്ടവരെ, ബില്ലാഹി യാ വാരിസി മാ ജമഅതു മാലൻ കസീറൻ മിന ദുനിയാ, ഈ ദുനിയാവിൽ ഞാൻ സമ്പാദിച്ച എന്റെ സമ്പത്തുകള് മുഴുവനും നിങ്ങൾ എടുത്തുകൊള്ളൂ. എനിക്കതിൽ വേദനയില്ല, എനിക്കതിൽ പ്രയാസമില്ല. എനിക്കൊരൊറ്റ കാര്യം മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ, നിങ്ങൾ ദുആ ചെയ്യിക്കുമ്പോൾ നിങ്ങൾ എന്നെ മറന്നു പോകരുതേ എന്ന് ഓരോ ഖബറും മുക്കറബിന്റെ പ്രിയമുള്ളവരെ ആ ഖബറിൽ ചോദ്യം ചെയ്യുന്ന മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ആ ഖബറിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ അവിടുന്ന് സലാം പറഞ്ഞുകൊണ്ട് മടങ്ങി വരുന്ന എല്ലാവരോടുമായി ഖബർ ആവലാതി പറയുമെന്ന്, ആ ഖബറാളി സംസാരിക്കുമെന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അവിടെ രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? ഈമാൻ വേണം. അള്ളാഹു നൽകട്ടെ. തന്ന ഈമാൻ അള്ളാഹു സംരക്ഷിക്കട്ടെ. മുസ്ലിമായി ജനിക്കലല്ല ഭാഗ്യം, പിന്നെയോ മുസ്ലിമായി മരിക്കാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അള്ളാന്റെ ഔദാര്യം നന്നായി കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? മുസ്ലിമായി മരിക്കാൻ പറ്റും. അള്ളാഹു ഭാഗ്യം തരട്ടെ. അല്ലേ? ഒരിക്കൽ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഉമറിനോട് ചോദിക്കുന്നു, ഉമറേ കൈഫ അൻത യാ ഉമർ ഇദാ കുന്ത മിനൽ അർളി ഫീ അർബഅതി അദ്റഅൻ ഫീ ദിറാഇൻ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നു, നാളെ നീ 2 അടി വീതിയും 4 അടി മുഴവുമുള്ള ഖബറിനകത്തളത്തിലേക്ക് നാളെ നീ കടന്നു ചെല്ലുമ്പോൾ എന്തായിരിക്കും ഉമറേ നിന്റെ അവസ്ഥ? നാളെ ഖബറിലേക്ക് നിന്നെ കൊണ്ടുവെക്കുമ്പോൾ എന്തായിരിക്കും ഉമറേ നിന്റെ അവസ്ഥ? വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഫറഅയ്ത മുൻകറൻ വനകീറാ. ആ ഖബറില് എന്റെ പ്രിയമുള്ളവരെ മുൻകർ നകീർ എന്ന് പറയുന്ന 2 പേര് ആ ഖബറിലേക്ക് കടന്നു വരുമ്പോൾ അവർ 2 പേരെയും ഉമറേ നീ കാണുമ്പോൾ എന്തായിരിക്കും നിന്റെ അവസ്ഥ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഉമറിനോട് ചോദിക്കുകയാണ്.
ഏത് ഉമറാണ് എന്റെ പ്രിയമുള്ളവരെ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയാൽ പൊട്ടി പൊട്ടി കരഞ്ഞ് അവസാനം എന്റെ പ്രിയമുള്ളവരെ ഈ ഉമറിനെ അല്ലാഹു ശിക്ഷിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നിലത്ത് കിടന്നുകൊണ്ട് ഉരുണ്ടില്ലേ, വല്ലാതെ പൊട്ടിക്കരഞ്ഞില്ലേ? എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്ത അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ്. അവിടുന്ന് ഒരു വഴിയിലൂടെ നടന്നു വരുന്നത് കണ്ടാൽ ആ ഉമർ നടക്കുന്ന വഴിയിലൂടെ നടക്കാൻ പിശാച് പോലും പേടിച്ചു പോകുമത്രേ. എന്തിനേറെ അള്ളാന്റെ റസൂലിന് പോലും ചില സമയത്ത് ഉമർ ബിൻ ഖത്താബ് തങ്ങളെ പേടിയാണ്. മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹു സ്വർഗത്തിൽ കൊണ്ടുപോയില്ലേ? സ്വർഗത്തിൽ ഒരു വെള്ള കൊട്ടാരം അള്ളാന്റെ റസൂലിന് കാണിച്ചു കൊടുത്തില്ലേ? അല്ല ഭംഗിയുള്ള കൊട്ടാരം കണ്ടപ്പോൾ അള്ളാന്റെ ഹബീബ് വിചാരിച്ചു ഈ കൊട്ടാരം അല്ലാഹു എനിക്ക് വേണ്ടി സമ്മാനിച്ചതാണെന്ന് വിചാരിച്ചു. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ കൊട്ടാരത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോയപ്പോൾ മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നബിയേ അത് ഉമർ ബിൻ ഖത്താബിന്റെ കൊട്ടാരമാണ് നബിയേ. അള്ളാന്റെ റസൂൽ പെട്ടെന്ന് തന്നെ കാല് പിൻവലിച്ചു പോയി. ഇത് ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് പറഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, നബിയേ അങ്ങത് എടുത്തുകൂടെ, അങ്ങതിൽ കയറിക്കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോടാ അള്ളാന്റെ റസൂല് ചോദിക്കുന്നത്, ഉമറേ നാളെ ഖബറില് മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണുമ്പോൾ എന്തായിരിക്കും നിന്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, വമാ മുൻകറും വനകീറും യാ റസൂലല്ലാഹ്, വമാ മുൻകറും വനകീറും യാ റസൂലല്ലാഹ്. ഓ നബിയേ ആരാണ് ഈ മുൻകർ, ആരാണ് ഈ നകീർ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, എന്റെ പ്രിയമുള്ള ഉമ്മ, നാളെ നമ്മൾ കാണേണ്ട രണ്ട് മലക്കുകളല്ലേ? അല്ലാഹുവേ നല്ല രീതിയിൽ കാണിക്കണേ അല്ലാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണേ. രാത്രിയിൽ നമ്മൾ കൂരിരുട്ടുള്ള വീട്ടിൽ നമ്മൾ രാത്രിയിൽ നമ്മുടെ വീടിന്റെ അകത്തളത്തിൽ മുറിയിൽ ലൈറ്റെല്ലാം അടച്ചിട്ട് ഒറ്റക്കിരുന്ന് കൊണ്ടൊന്ന് ചിന്തിക്കണേ. ആ ഇരുട്ടത്തിരുന്നൊന്ന് ചിന്തിക്കണേ. നാളെ ഖബറിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ വെച്ചിട്ട് പോകുമ്പോൾ നമ്മുടെ ഖബറിനരികിൽ നമ്മുടെ മക്കളില്ല, നമ്മുടെ ഭർത്താവില്ല, നമ്മുടെ അയൽവാസികളില്ല, നമ്മുടെ സഹോദരങ്ങളില്ല. ആ ഖബറിനകത്തേക്ക് കടന്നു വരുന്ന രണ്ട് മലക്കുകളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, ആരാണ് ഇവർ രണ്ടുപേരും? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏ ഉമറേ അവർ രണ്ടുപേരും കുഴപ്പമുണ്ടാക്കുന്നവരാണ്. അവർ ഖബറിൽ കുഴപ്പമുണ്ടാക്കുന്ന രണ്ട് മലക്കുകളാണ് ഉമറേ. അവരെങ്ങനെയാണ് ഖബറിലേക്ക് കടന്നു വരുന്നതെന്ന്, ഏത് രീതിയിലാണ് അവരെ ഖബറിലേക്ക് കടന്നു വരുന്നതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിക്കണേ. അവരെങ്ങനെയാണ് ഖബറിൽ വരുന്നതെന്ന് പറയുകയാ. എന്റെ ചെറുപ്പക്കാരെ ഒന്ന് മാറാൻ തയ്യാറാകണേ. അള്ളാന്റെ പള്ളിയിൽ വാങ്ങ് കേൾക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാൻ നമുക്ക് കഴിയണേ. എങ്ങനെയാണ് ഖബറിലേക്ക് കടന്നു വരുന്നതെന്ന് അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുന്നു. ആ രണ്ട് തേറ്റ പല്ലുകൾ ഭൂമിയെ ഇളക്കി മറിച്ചുകൊണ്ടാ ആ രണ്ട് മലക്കുകളും ഖബറിലേക്ക് കടന്നു വരുന്നത്. ജെസിബിയുടെ കയ്യന്റെ പ്രിയമുള്ളവരെ ഏതുപോലെ ഭൂമിയെ മാന്തി മറിക്കുന്നു, അതുപോലെ അവരുടെ പല്ലുകൾ കൊണ്ട് ഈ ഭൂമി മുഴുവനും ഇളക്കി മറിക്കാൻ കഴിയുന്ന അത്രത്തോളം ബലമുള്ള തേറ്റ പല്ലുകളാ. ആ പല്ലുകളെ കൊണ്ട് മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം അവരാ കാണുന്ന ഭൂമിയെ ഇളക്കി മറിച്ചുകൊണ്ടാണ് കടന്നു വരുന്നതത്രേ. ആലോചിച്ചു, അല്ലാഹു നല്ല രീതിയിൽ കാണാൻ ഭാഗ്യം തരട്ടെ.
തീർന്നില്ല, വീണ്ടും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ, വസ്വാതുഹുമാ കറഅദുൽ ഖാസിത്. ഇനി ആ ഖബറിലെങ്ങാനും എന്റെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോഴുണ്ടാകുന്ന ശബ്ദമറിയുമോ? കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് രാത്രിയില് 2:30 മണിക്കൊരു വലിയ ശക്തമായ ഇടിയുണ്ടായി. എഴുന്നേൽക്കാത്തവർ വളരെ കുറവാണ്. എല്ലാവരും പേടിച്ച് ഭയന്നുകൊണ്ട് എഴുന്നേറ്റ് പോയവരുണ്ട്. 6 അടി ഖബറിന്റെ അകത്തളത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർക്കുണ്ടാക്കുന്ന ശബ്ദത്തെ സംബന്ധിച്ച് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, വഅസ്വാതുഹുമാ കറഅദുൽ ഖാസിത്. അതിശക്തമായ ഇടിയുടെ ശബ്ദത്തോട് കൂടിയാണ്. എത്രയോ അകലമുള്ള ഇടിയുടെ ശബ്ദങ്ങള് നമ്മുടെ ശ്രവണപുടങ്ങളെ കാർന്നു തിന്നുന്നു എങ്കിൽ ആ ഖബറിന്റെ അകത്തളത്തിൽ അവര് കടന്നു വരുമ്പോഴുള്ള ശബ്ദം, അല്ലാഹുവേ ഒന്ന് ചിന്തിച്ചു നോക്കണേ എന്റെ പ്രിയമുള്ളവരെ. ഇത് ഫാറൂഖിയുടെ വാക്കല്ല, ലോകത്തിന്റെ നായകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, ഒരിക്കൽ പോലും കളവ് പറയാത്ത ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വഅബ്സാറുഹുമാ കബറകുൽ ഖാതിബ്. ആ കണ്ണിന്റെ പ്രകാശത്തെ സംബന്ധിച്ച് പറയുന്നു, കൂരിരുട്ടുള്ള പള്ളിക്കാട്ടിൽ വരെ പോകാൻ നമുക്ക് പേടിയാണ്. രാത്രിയുടെ മൂകതയിൽ ഒരു പൂച്ചയുടെ 2 തിളങ്ങുന്നതായ കണ്ണ് കണ്ടാൽ പോലും നമ്മൾ പേടിച്ചു പോകുമെങ്കിൽ ആ ഖബറിന്റെ അകത്തേക്ക് കടന്നു വരുന്ന മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കണ്ണിന്റെ പ്രകാശം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കറഅദുൽ അബ്സാറുഹുമാ കൽബറകുൽ ഖാതിബ്. മിന്നലിന്റെ പ്രകാശമുള്ള വെട്ടിത്തിളങ്ങുന്ന കണ്ണുമായി ഇടിയുടെ മുഴക്കമായി ഭൂമിയെ മറിച്ചുകൊണ്ടാണ് മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിലേക്ക് കടന്നു വരുന്നത്. മഅഹുമാ മിർസബതും മിനൽ ഹദീദ്. വെറുതെയല്ല കടന്നു വരുന്നത് ഉമറേ, അവരുടെ കയ്യിൽ ഇരുമ്പിനാലുള്ള ഒരു ദണ്ഡുമുണ്ടാകും ഉമറേ, അവരുടെ കയ്യിൽ ഇരുമ്പിനാലുള്ളൊരു ദണ്ഡുമുണ്ടാകും ഉമറേ. അതും തൂക്കി പിടിച്ചുകൊണ്ടാണ് ഈ 2 മലക്കുകൾ ഖബറിലേക്ക് കടന്നു വരുന്നത്. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലവജിതമഅ അഹ്ലും മിന്നീ, ലവജിതമഅ അഹ്ലും മിന്നീ. എന്റെ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടി, എന്റെ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയാലും ലയഖ്ദിറൂ റഫഅഹാ, അതിനെയൊന്ന് ഉയർത്താൻ ആർക്കും കഴിയില്ല ഉമറേ, അതിനെയൊന്ന് ഉയർത്താൻ ആർക്കും കഴിയില്ല ഉമറേ. ആ രീതിയിൽ ഒരു ഇരുമ്പ് ദണ്ഡുമായിട്ടാണ് ഈ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിലേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. ആ വടിയും പിടിച്ചുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് കടന്നു വന്നത്. ആ വടിയെ ചൂണ്ടിക്കാട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏ ഉമറേ, എത്ര നിസ്സാരതയോടെയാണ് താങ്കൾ ഈ വടി പിടിച്ചിരിക്കുന്നത്. അതുപോലെ നിസ്സാരതയോടെയാ ആ മലക്കുകൾ ആ ദണ്ഡുമായി ഖബറിലേക്ക് വരുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഖബറിൽ നമുക്ക് വിജയം വേണ്ടേ? ആ ഖബറിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ? അല്ലാഹുവേ, ഖബർ രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, ഭയാനകതയുടെ വീടാ. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടമുള്ള സഹാബി ഉമർ ബിൻ ഖത്താബ്, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, എപ്പോഴും ഖബർ കാണും
കാണുമ്പോൾ പൊട്ടിക്കരയുമായിരുന്നു. ആരാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്നറിയുമോ? നമ്മൾ എത്രയോ ഖബറുകൾ കാണുന്നു. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരങ്ങൾ മരണപ്പെട്ടാൽ അതടക്കാൻ വേണ്ടി ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ പോലും അടുത്തുള്ള ഖബർ കണ്ടിട്ട് നമ്മൾ കിടക്കേണ്ട ഇടമാണെന്ന് ഓർമ്മ വരുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കണേ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ആരാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു നബിയ്യും റഫീഖുൻ ഫിൽ ജന്നതി ഉസ്മാൻ. എല്ലാവരോ പ്രവാചകന്മാർക്കോ സ്വർഗ്ഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. വറഫീഖി ഫിൽ ജന്നതി ഉസ്മാൻ. സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരന് ഉസ്മാൻ തങ്ങളാണെന്ന് ഹബീബായ പ്രവാചകര് പുകഴ്ത്തി പറഞ്ഞ ഉസ്മാൻ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഖബർ കാണുമ്പോൾ കരയുമായിരുന്നു. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഖബറിലേക്ക് കൊണ്ടുവെക്കാൻ പോകുന്ന സന്ദർഭത്തില് ആ ഖബറിനോട് മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞില്ലേ, യാ ഖബറ തദരീ മനല്ലതി ജിഅനാ ബിഹാ ഇലൈ. ഓ ഖബറേ, ഈ കൊണ്ടുവെക്കുന്ന ജനാസ ആരുടേതാണെന്നറിയുമോ? അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളുടെ ജനാസയാണ്. അള്ളാന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവിയുടെ ജനാസയാ എന്ന് ഖബറിനോട് പറഞ്ഞ സന്ദർഭത്തില് എന്റെ പ്രിയമുള്ള ഉമ്മ ഖബർ പറഞ്ഞത് എന്താണെന്നറിയുമോ? ഇവിടെ ആരുടെ മകളാണെന്ന് നോക്കുന്ന സ്ഥലമല്ല, ഏത് തറവാടിത്തമുള്ളവളാണെന്ന് നോക്കുന്ന സ്ഥലമല്ല. അലാന അഅ്മാലു സാലിഹാ, അനഅ്മാലു സാലിഹാ. ഇവിടെ സജ്ജനങ്ങളുണ്ടോ, അമലുകളുണ്ടോ? സുബൈന് പള്ളിയിൽ വരാൻ കഴിവുള്ളവരാണോ? അവൻ സുബൈക്ക് പള്ളിയിൽ വരുന്നവനാണോ? അവൻ നമസ്കാരം മുറ പോലെ അനുഷ്ഠിക്കുന്നവനാണോ? അവൻ മദ്യപിക്കാത്തവനാണോ? അല്ലാഹുവിനെ പേടിക്കുന്നവനാണോ? അത് നോക്കിയിട്ടാണ് അമലിന്റെ തോതനുസരിച്ചിട്ടാണ് പ്രതിഫലം നൽകുന്നതെന്ന് ഖബർ മറുപടി പറഞ്ഞില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ആ ഖബറില് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ഈമാൻ ഉണ്ടാകണം. അള്ളാഹു നൽകുമാറാകട്ടെ.